സുഹൃത്തുക്കളെ, സമയം പുലർച്ചെ 5:20 കേട്ടാ. നേരെ നമ്മൾ പോകുന്നത് വൈറ്റിലയിലുള്ള ഡിക്കാത്ലോണിലേക്കാണ്. അപ്പോൾ ഇന്നൊരു ഇവന്റ് ഉണ്ട് കേട്ടാ. ഇവന്റിന്റെ പേരാണ് ഡിക്കാത്ലോൺ സ്പോർട്സ് ഉത്സവ് 2024. 64 കിലോമീറ്റർ ആണ് കേട്ടാ ഇന്നത്തെ റൈഡ്. അപ്പോൾ നമ്മൾ 240 രൂപ കൊടുത്തിട്ട് ഞാനും അഫിനും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അഫിൻ്റെ നമ്മുടെ തൊട്ടരികത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് കേട്ടാ ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ട് കണ്ടോ ഡിക്കാത്ലോണിൻ്റെ. മുമ്പ് ഒരു ഇവന്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 30 കിലോമീറ്റർ ആയിരുന്നു. അന്ന് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എത്ര പേരുണ്ട് എന്ന് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവിടെ ചെന്നാലേ അറിയുള്ളൂ. അപ്പോൾ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുന്നു, അതിരാവിലെ എഴുന്നേൽക്കുന്നു, പോകുന്നു. അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ആകുമ്പോഴാണ് കേട്ടോ എപ്പോഴും എക്സസൈസ് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിക്കളയും, മടിയൊക്കെ തോന്നും സ്വാഭാവികമായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൃത്യസമയത്തിന് എത്തിച്ചേരുന്നു വിചാരിക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് മറക്കണ്ട, അന്ധകാരനേഖയിലേക്കാണ് ഇവർ റൈഡ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് 30 കിലോമീറ്റർ യാത്രയിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് നല്ലൊരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടാ. അപ്പോൾ അവരുടെ ആ ഓർഗനൈസിങ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഡിക്കാത്ലോണിൻ്റെ ജേഴ്സി തന്നെയാണ് അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. പിന്നെ ഇപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം. ചില ആൾക്കാർ കാറിൽ കൊണ്ടുവരട്ടെ സൈക്കിള്, എന്നിട്ട് ഇവന്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 30-40 മിനിറ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കാത്ലോൺ എത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നവരും ഉണ്ട് കേട്ടോ, കാറിൽ വരുന്നവരും ഉണ്ട്. അങ്ങനത്തെ സമയം 5:50 അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് ഡിക്കാത്ലോണിൻ്റെ അടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അവിടെ എത്ര പേര് വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളൊരു 5:55 ആയപ്പോഴത്തേക്കും ഡിക്കാത്ലോണിൽ എത്തിച്ചേർന്നിട്ട് ഞങ്ങൾ നേരെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളെ ആഡ് ചെയ്തു. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ വാട്ടർ ക്യാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എംടി വാട്ടർ ബോട്ടിലായിട്ട് വരുന്നവർക്ക് അവിടെ വെള്ളമൊക്കെ ഫില്ല് ചെയ്യാം. അതുപോലെ ഒരുപാട് സൈക്ലിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20 റൈഡർമാരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മുമ്പ് ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു 60 പേരോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 20 പേരെ അകത്ത് ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ റോഡ് ബൈക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ റെഡിയാണ്. 2-3 വരാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ ഇപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ബ്രീഫിങ് റൈഡിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും, എന്നിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇത് ആദിത്യൻ്റെ വീട് മുനമ്പത്താണ് കേട്ടോ. അപ്പം മിഡ് നൈറ്റിൽ ആദിത്യം പുറപ്പെട്ടാണ്. ഇവിടെ വന്ന് കുറച്ചൊക്കെ ഉറങ്ങിയിട്ട് റൈഡ് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് ബൈക്ക് നമ്മുടെ യുണൈറ്റഡ് ബൈസൈക്കിളിൽ ഇക്കറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുലികളും കാര്യങ്ങളൊക്കെ ഇവരുണ്ട്. ഇവരൊക്കെ റോഡ് ബൈക്കാണ്. കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഇവർ ചവിട്ടുന്ന നല്ല റൈഡേഴ്സൊക്കെ കുറച്ച് അധികം ആൾക്കാരോട് ഉണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ഇവൻറ്റിൽ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 64 കിലോമീറ്റർ ലോങ് ഡിസ്റ്റൻസ് ആണ്. എന്തായാലും എല്ലാവരും സെറ്റാണ്. We have a group now. Right 2024. So what are the group right? So for any emergencies, just go. You could text a message there, and the location will be shown in the group. And the location will be there. As money. Location. So medical assistance ഉണ്ട്. എന്തെങ്കിലും എമർജൻസീസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ ഉണ്ട്. മെഡിക്കൽ എമർജൻസീസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ അവർ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് പോകേണ്ട ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിട്ടേൺ ഇവിടെ എത്തിയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, മെഡലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും ഹൈവേയുടെ ഓരം ചേർന്ന് ചവിട്ടുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ കുണ്ടന്നൂരിൽ നിന്ന് കണ്ണങ്കാട്ട് പാലം കയറിയിട്ട് പെരുമ്പടപ്പിൽ നിന്ന് കുമ്പളങ്ങിൽ നിന്ന് ചാവടി ടു അന്ധകാരനഴി. അപ്പം അങ്ങനെയാണ് പ്ലാൻ. അതാണ് റൂട്ട്.
പിന്നെ നമ്മൾ റൈഡിലാണെങ്കിലും ഡിക്കാത്തലോണിന്റെ സ്റ്റാഫുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ ടൂ വീലറിലൊക്കെ റോന്ത് ചുറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ബൈക്കുകളൊക്കെ ഇവിടെ പുറകിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്, ആംബുലൻസ് ഒന്നും കണ്ടില്ല എങ്കിൽ പോലും അവരൊരു സപ്പോർട്ട് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം പ്രിപ്പയർ ആയിട്ടുള്ളൊരു യാത്രകളാണ് കേട്ടോ, സേഫാണ്. അതേ നമ്മുടെ ടീമുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ മുമ്പിലുണ്ട്, കുറച്ച് പേരൊക്കെ പുറകിലും, അങ്ങനെയൊക്കെ ആയിട്ടുള്ള യാത്രകളാണ് കേട്ടോ. അല്ലാണ്ട് ധൃതി പിടിച്ച് വലിച്ചു ഔട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അന്ധകാരനായി എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അവിടെ തിരിച്ച് ബാക്ക് ടു ഡിക്കാത്തലോൺ ബ്രേക്ക്ഫാസ്റ്റ് സർട്ടിഫിക്കറ്റ് മെഡൽ. അപ്പോൾ അതാണ് ലക്ഷ്യം. നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അന്ധകാരനായി ബീച്ച് എത്തിയിട്ടാ. അപ്പോൾ അവിടെ വെള്ളം ടോപ്പപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാനും ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ബീച്ച് കാണാൻ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ട് ഈ ഭാഗത്തേക്ക്. അപ്പോൾ അന്ധകാരനായി ബീച്ച് കാണാൻ വേണ്ടി പോകുന്നവർ അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ നല്ലൊരു ഫലിതവും കാര്യങ്ങളും തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പല ഏജിലുള്ള ആൾക്കാരട്ടാ. അപ്പോൾ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ സൗഹൃദങ്ങൾ പങ്കിടുന്നു. അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഹൈലൈറ്റാണ്. പിന്നീട് അടുത്ത ഇവൻറ്റിന് കാണാം എന്ന് പറഞ്ഞിട്ടാണ് പിരിയുന്നത്. അപ്പോൾ അതൊക്കെയാണ് വലിയൊരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അന്ധകാരനായി ബീച്ച് നമ്മൾ വന്നിട്ടുള്ളതാണ് ഇതിന് മുമ്പൊക്കെ ആയിട്ട്. എന്നാലും എല്ലാവരും കൂടി വരുമ്പോൾ അതൊരു നല്ലൊരു വൈബ് തന്നെയാണ്. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളിനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിക്കാനുള്ള പ്ലാനാണ്. അത് ഇതുണ്ട്, ബീച്ചൊക്കെ ഒരു നല്ല പ്രത്യേക ഒരു കുറെ കൂടി പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അന്ധകാരനായി ബീച്ച്. പല കാറ്റഗറിയിലുള്ള സൈക്കിൾസ് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ സിംഗിൾ സ്പീഡ് സാധാ സൈക്കിളായിട്ടൊക്കെ ഈ റൈഡിന് വരുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു ഓർമ്മകളൊക്കെ പുതുക്കിക്കൊണ്ട് നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ വൈറ്റില ഡിക്കാത്തലോണിലേക്ക്. അങ്ങനത്തെ നമ്മളവിടെ എത്തി. അപ്പോൾ ഹെൽത്തി ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കഴിച്ചു, മെഡൽ കിട്ടി, അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി ബാക്ക് ടു ഹോം. സംഭവം പൊളി. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് വെക്കും കേട്ടോ. പിന്നെ അടുത്തൊരു ഇവൻറ്റ് വരേക്കും കാത്തിരിക്കാം എന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു.